സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഗാസയിലെ താൽക്കാലിക വെടിനിർത്തലിൽ ലോകം ആശ്വസിക്കുമ്പോൾ കേരളത്തിന്റെ മുമ്പിൽ ഒരു ആലോചനാ പാഠം. സ്വന്തം മണ്ഡലത്തിനെ അന്യായമായി വാരിക്കോരിക്കൊടുത്തു എന്ന് നിരന്തരം വിമർശിക്കപ്പെട്ട ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിരുന്നു. ഉൾക്കുളിരോടെ അദ്ദേഹം ആരോപണം ആസ്വദിച്ചു. തനിക്ക് വേണ്ടി വിമർശകർ തന്നെ നാട്ടുകാരുടെ പിന്തുണ ഉറപ്പിച്ചാൽ ഉള്ളിൽ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെ? അതേ ഉൾക്കുളിരാണ് ഇപ്പോൾ കേരളത്തിലെ CPM കോൺഗ്രസ് നേതാക്കൾ സങ്കല്പിച്ചാസ്വദിക്കുന്നത്. ഓരോ തവണയും ഹമാസ് ഐക്യദാർഢ്യത്തിന്റെ പേരിൽ വിമർശനം കേൾക്കുമ്പോൾ അവർക്കും ഉള്ളിലൂറുന്നത് ചിരിയും കുളിരും. അവർക്കറിയാം, വിമർശനം വഴി ഒരു സമുദായത്തിൻ്റെതു മാത്രമായി തങ്ങൾ മുദ്ര കുത്തപ്പെടുകയാണെന്ന്. അങ്ങനെ അവരുടെ പിന്തുണ വീണ്ടും വീണ്ടും ഉറയ്ക്കുകയാണെന്ന്. ആ മുദ്ര വോട്ടുകളാണെന്ന്. ചുരുക്കത്തിൽ ഹമാസ് പക്ഷപാതികൾ എന്ന ആക്ഷേപം അവർ ആഗ്രഹിക്കുന്നു. ആ ആക്ഷേപം കേൾക്കാൻ വേണ്ടി അവർ മത്സരിക്കുകയാണ്. തങ്ങൾക്ക് രാഷ്ട്രീയമായി ഏറ്റവും വലുത് ആ സമുദായത്തിന്റെ മാത്രം പിന്തുണയാണെന്ന് അവർ കരുതുന്ന കാലത്തോളം ആര് വിമർശിച്ചാലും ഹമാസ് ഐക്യദാർഢ്യ മുദ്ര അവർ തൂത്തുമായ്ക്കില്ല. ഇത്രയും കാലം ഹമാസിനോട് മാത്രമേ ഐക്യദാർഢ്യം വേണ്ടിയിരുന്നുള്ളൂ. ഇനി ലബനിലെ ഹിസ്ബുള്ളയോടും യമനിലെ ഹൂതികളോടും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. എല്ലാം ഹമാസിനൊപ്പം ചേരുന്ന സമാധാനത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും ദൂതന്മാരാണല്ലോ. ഇത്തരം നിരവധി സംഘങ്ങൾ ലോകത്തുണ്ട്. പല രാജ്യങ്ങളിലായി പല പേരുകളിൽ. ചെയ്യുന്ന ജോലിയും ലക്ഷ്യങ്ങളും ഒന്നു തന്നെ. അവയിൽ ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും സവിശേഷ വിഭാഗങ്ങൾ. ഇറാന്റെ ആശീർവാദമുള്ള ഷിയാവാദ സായുധ സംഘങ്ങൾ. ഹൂതികൾ അതിൽ തന്നെ വ്യത്യസ്തർ. സയ്യിദ ഷിയാവാദക്കാർ. ഇമാം വാഴ്ചയിലും ഇസ്ലാമിക മതരാഷ്ട്രീയ ആധിപത്യത്തിലും വിശ്വസിക്കുന്നവർ. ഇവരെല്ലാം ഇസ്രായേൽ തുലയട്ടെ എന്ന പൊതുമുറവിളിയുമായി കഴിഞ്ഞുകൂടുന്നവർ. ഇവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മത്സരത്തിൽ ആര് കൂടുതൽ നേടുമെന്നത് സ്വന്തം കൂട്ടത്തിലുള്ളവരെ തള്ളിപ്പറയുന്ന കോൺഗ്രസുകാരെങ്കിലും ചിന്തിക്കുന്നത് നന്ന്. ഉൾക്കിടിലമാകുന്ന അവസ്ഥ ഇക്കൂട്ടർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. മണ്ണും ചാരി നിന്നവൻ ആളെ കൊണ്ടുപോകുന്നോ എന്നോർത്ത് വിലപിക്കേണ്ടി വരികയും ചെയ്യാതിരിക്കട്ടെ. ഗാസയിൽ ബന്ദികളുടെയും തടവുകാരുടെയും പരസ്പര കൈമാറ്റവും താൽക്കാലിക വെടിനിർത്തലിലും നടക്കുന്ന വേളയിലെങ്കിലും മാറി ചിന്തിക്കാൻ ഇവർക്ക് കഴിയുമോ? എളുപ്പമല്ല. അവരുടെ നിലപാട് രാഷ്ട്രീയ ലാഭം നോക്കിയുള്ളതാണ്. അതിനപ്പുറം ശരിയും തെറ്റുമൊന്നും അവർക്കില്ല. അവർക്ക് മാത്രമല്ല, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ മതപക്ഷ മാധ്യമങ്ങൾക്കും വേറിട്ടൊരു ശരിയും തെറ്റുമില്ല. മതത്തിന്റെ മാത്രം പേരിൽ ഒരേ സമയം വീരവാദവും ഇരവാദവും. വെടിനിർത്തൽ ഭീകരരായ ഇസ്രായേലിന്റെ പരാജയവും സാധുക്കളായ ഹമാസിന്റെ വിജയവുമാണ് അവർക്ക്. ഇസ്രായേലിന് ഇപ്പോൾ ഹമാസിനെ കിട്ടിയോ എന്ന് ഒരു മതപക്ഷ മാധ്യമത്തിന്റെ പരിഹാസ ചോദ്യം. പരാജയമെന്ന് തോന്നിയ കാലത്തോളം ഇരവാദം ഉയർത്തിയിട്ട് ജയിച്ചെന്ന് മൂഢചിന്ത ഉണർന്നപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ആരെയൊക്കെയോ വിശ്വസിപ്പിക്കാൻ വീരവാദം ഉയർത്തുന്നതിൻ്റെ ഉദാഹരണം അവർ തിടുക്കം കൂട്ടേണ്ട. ഗാസയിൽ എന്തൊക്കെ നിലനിൽക്കുന്നു എന്നത് വെളിപ്പെടട്ടെ. എന്നിട്ടാകാമല്ലോ അവകാശവാദങ്ങൾ. ഇസ്രായേലിനെതിരെ കടന്നാക്രമണം നടത്തി 1400 പേരെ വധിക്കുകയും 240 പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസിനു വേണ്ടി ന്യായവാദങ്ങളുമായി മതമാധ്യമം പ്രവൃത്തി തുടരട്ടെ. പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ വിദ്വേഷജീവികളും ഇരകളുമാക്കി സ്വന്തം മതരാഷ്ട്രീയ ഭീകര ലക്ഷ്യത്തിന് കരുക്കളും ബലിമൃഗങ്ങളുമാക്കുന്ന ഹമാസിനവർ സ്തുതി പാടട്ടെ. പക്ഷേ അതുകൊണ്ടൊന്നും പാലസ്തീനുകളുടെ ദുരന്തം വഴിമാറി പോകുന്നില്ല എന്നും കൂടി അറിഞ്ഞിരിക്കണം.
ഒക്ടോബർ 7-ന്റെ അതിക്രമമല്ല. അതിനു മുമ്പേയുള്ള ചരിത്രമാണ് പ്രശ്നകാരണമെന്ന ഐക്യരാഷ്ട്രസഭ അധ്യക്ഷൻ അന്റോണിയോ ഗുട്രസിന്റെ വാക്കുകൾ ഹമാസ് പക്ഷപാതികൾക്ക് മഹത്വചനമായി തോന്നിയേക്കാം. പക്ഷേ വെടിനിർത്തൽ ഇടവേള മാത്രമാകാതിരിക്കാനും ഗാസയിലെ ജനങ്ങൾക്ക് ജീവിതം സാധ്യമാകുവാനും ആ മഹത്വചനം മതിയാകില്ല. അതിന് ചരിത്രം ശരിയായി ഓർമ്മിക്കുക തന്നെ വേണം. പാലസ്തീനിലെ ജനങ്ങൾ നേരിടുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം ഇസ്രായേൽ എന്നൊരു യഹൂദ രാജ്യം നിലനിൽക്കാൻ പാടില്ലെന്ന മതാധിപത്യ പ്രേരിതമായ നിലപാടാണെന്ന യാഥാർത്ഥ്യം. ആ നിലപാടിന്റെ പേരിൽ ഇസ്രായേൽ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പലവട്ടം. പക്ഷെ സ്വന്തം നിലനിൽപ്പ് സ്വയം തകർത്തു കളയുന്ന പാലസ്തീനുകളുടെ ദുരന്തം വേറെ തന്നെയാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ ക്രൂരത നിമിത്തം നാട് നഷ്ടപ്പെട്ട ഇസ്രായേലികൾക്ക്, യഹൂദ ജനതയ്ക്ക് സ്വന്തം നാട് തിരിച്ചു കിട്ടാൻ അവകാശമില്ലെന്നത് പാലസ്തീനായിൽ മതാധിപത്യം നേടിയ ഇസ്ലാമികവാദികൾ കുത്തിവെച്ച വിഷചിന്ത മാത്രമാണ്. ആരൊക്കെ എന്തൊക്കെ ന്യായങ്ങൾ നിരത്തി നിഷേധിച്ചാലും ആ അഗാധ ചരിത്ര സത്യം നിലനിൽക്കും. പക്ഷേ വംശീയ മതവിദ്വേഷത്താൽ അറബ് സമൂഹം പാലസ്തീനികളെ 3/4 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ച മൂഢപാഠം ഇന്നും പാലസ്തീനുകളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. അത് മറ്റൊന്നുമല്ല, പാലസ്തീന മുഴുവൻ ഇസ്ലാമിന്റെ മണ്ണാണെന്നും ഉറുമ്പിനെ കൊല്ലുന്നത്ര നിസ്സാരമായി അറബ് ലോകം ഇസ്രായേലിനെ ഇല്ലാതാക്കി നാട് പാലസ്തീനുകൾക്ക് തിരിച്ചു കൊടുക്കുമെന്നും അന്ന് മുതൽ ആ വീരവാദം വിശ്വസിച്ച് പാലസ്തീനുകൾ കഴിഞ്ഞുകൂടുകയാണ്. ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്ന് മുതൽ അറബ് രാഷ്ട്രങ്ങൾ അവർക്കെതിരെ യുദ്ധം തുടങ്ങിയിട്ടും യുദ്ധങ്ങളും ഇടവേളകളുമായി 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇസ്രായേൽ നിലനിൽക്കുന്നു. ലോകത്തിലാകെ 1.5 കോടി മാത്രം വരുന്ന ഒരു ജനസമൂഹത്തിന്റെ ചെറുരാഷ്ട്രം. അവരെ ഇല്ലാതാക്കി പാലസ്തീന ഇസ്ലാമിക പാലസ്തീനുകൾക്ക് വീണ്ടെടുത്ത് നൽകുമെന്ന് പ്രഖ്യാപിച്ച പലരും പാഠം പഠിച്ചു. ശത്രുക്കളായിരുന്ന അറബ് രാജ്യങ്ങളിൽ പലതും പിന്നീട് ഇസ്രായേലുമായി ധാരണയിലെത്തി. അവരിൽ ചിലരെങ്കിലും കൂടുതൽ ധാരണയും സഹകരണവും ആഗ്രഹിക്കുന്നു. പക്ഷേ പാലസ്തീനുകൾ തങ്ങളുടെ പഴയ തലമുറക്കാർ കയറിയ വണ്ടിയിൽ നിന്നിറങ്ങാൻ ഇനിയും കൂട്ടാക്കുന്നില്ല. PLOയുടെ തുടക്കക്കാർ സൃഷ്ടിച്ച ഇസ്രയേലി യഹൂദ വിരോധം അവർ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നു. ഇറാനും ഖത്തറും ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും മറ്റും പകരുന്ന വിദ്വേഷ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. അറബ് സമൂഹത്തിലെ മാറ്റങ്ങൾ അംഗീകരിക്കാതെ അവയെല്ലാം അമേരിക്കൻ പേടിയും അമേരിക്കൻ അടിമത്തവുമാണെന്ന് പഴിച്ച് പാലസ്തീനുകളെ വീണ്ടും മൂഢബോധത്തിൽ കുടുക്കുകയാണ് ഇറാനെ പോലുള്ളവർ. പശ്ചിമേഷ്യയിൽ ആധിപത്യം നേടാൻ കൊതിക്കുന്ന ഇറാന്റെ സ്കൂൾ തന്നെ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമൊക്കെ ശരണം. സഹായിക്കാൻ എന്ന മട്ടിൽ സ്വന്തം അജണ്ടയുമായി അവർ പാലസ്തീനികളെ ഇസ്രയേലി വിദ്വേഷത്തിന്റെ ചൂളയിലേക്ക് വീണ്ടും തള്ളുകയാണ്. ഈ വെടിനിർത്തലെങ്കിലും ഇടവേള മാത്രമായി മാറാതെ ശാശ്വതമായിരിക്കാൻ ലോകം ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെ ആകണമെങ്കിൽ ഇസ്രായേലിനെ തീർക്കാമെന്ന വ്യാമോഹവും തീർക്കുമെന്ന പോർവിളിയും വിദ്വേഷികൾ ഉപേക്ഷിക്കണം. ഒപ്പം സ്വന്തം ജനതയെ ദുരിതത്തിൽ നിന്ന് കരകയറ്റുക എന്നതാകണം പാലസ്തീൻ ജനതയുടെ നായകത്വം പിടിച്ചെടുത്തവരുടെ ലക്ഷ്യം. ഹമാസ് മനസ്സ് വിഹരിക്കുവോളം ഗാസ നിവാസികൾക്ക് ദുരിതമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നത് മുൻവിധിയല്ല, ഹമാസിന്റെയും മറ്റും ജനനരേഖയിലെ പ്രഖ്യാപനമാണ്. അത് വിട്ടുപേക്ഷിക്കാനുള്ള തിരിച്ചറിവ് എന്നാണാവോ ഇക്കൂട്ടരുടെ തലയിൽ തട്ടുക. എല്ലാം അറിയുന്നവരെന്ന് ഭാവിക്കുന്ന ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ തലച്ചോറ് പോലും പണയത്തിലായാൽ ഇസ്രായേലികളെ കണ്ണോട് കണ്ണ് കണ്ടുകൂടാത്ത ഹമാസിന്റെ കാര്യം എന്തിനു പറയണം? യൂത്ത് കോൺഗ്രസുകാരുടെ ജീവൻ രക്ഷിക്കാൻ ചാടി വീണ DYFIക്കാർ കേരളത്തിന് പുത്തൻ പ്രതീക്ഷ നൽകുന്നു.
ആത്മഹത്യക്ക് ഒരുങ്ങിയവരാണല്ലോ അവർ രക്ഷിച്ചത്. അഥവാ അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രി അടക്കം CPM നേതാക്കൾ പറയുന്നത്. യുവ CPMകാരുടെ ജീവരക്ഷാ പ്രവണതയെ പ്രശംസിച്ച നേതാക്കൾ ഒരു കാര്യം ചെയ്തെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ അവർക്ക് ഇനി മറക്കാം. രാഷ്ട്രീയ പ്രതിഷേധത്തിന് വേണ്ടി മാത്രമേ അവർ എടുത്തു ചാടൂ എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അവർക്ക് പകരം മറ്റു നിരവധി പേരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ യൂത്ത് CPMന് അവസരമുണ്ട്. അതിനവരെ നേതാക്കൾക്ക് ഉപദേശിക്കാം. നേതാക്കൾ ഉപദേശിച്ചില്ലെങ്കിൽ തന്നെ DYFIക്കാർക്ക് ആ മഹാദൗത്യം സ്വയം ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു പുണ്യപ്രവൃത്തി. ഇതൊരു ട്രോളാണെന്ന് കരുതേണ്ട. കാരണം ആണ്ടുവട്ടം മുഴുവൻ കേരളത്തിലെ ദുഃഖത്തിലാക്കുന്ന സാമൂഹിക വിപത്തിനെ കുറിച്ചാണ് പറയുന്നത്. നിരവധി പേരെ പിടികൂടിയ ആത്മഹത്യ പ്രവണത, ചെറുപ്പക്കാരും മധ്യവയസ്കരും വയോധികരും ഉൾപ്പെടെ പലരും വിഷാദവും കടക്കണിയും കേസിന്റെ ഭയവും പ്രണയവഞ്ചനയും നൈരാശ്യവും ഇങ്ങനെ നിരവധി കാരണങ്ങളാൽ ജീവനൊടുക്കുന്നവർ. കഠിനമായ മാനസിക സമ്മർദ്ദത്തിന്റെ നിമിഷങ്ങളിൽ ആരെങ്കിലും അവരെ സമീപിക്കാനുണ്ടായിരുന്നെങ്കിൽ ഒഴിവാകുമായിരുന്ന ദുരന്തങ്ങൾ. ജീവിതത്തിന് അർത്ഥമില്ലെന്ന തോന്നലിൽ ജീവനൊടുക്കിയ ഡോക്ടറുടെ വരെ നാടായി കേരളം. ഇത് നിശ്ചയമായും ഗൗരവമുള്ള സാമൂഹിക വെല്ലുവിളിയാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ എല്ലാവർക്കും കഴിയില്ല. എങ്കിലും ആത്മഹത്യക്ക് പ്രേരണയുണ്ടാക്കുന്ന നിമിഷങ്ങൾ ഒഴിവാക്കുവാൻ സാമൂഹിക പ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടലിന് കഴിയും. DYFI പോലുള്ള പ്രവർത്തന നിരതരുടെ സംഘടനയ്ക്ക് നിശ്ചയമായും അതിന് കഴിയേണ്ടതാണ്. അവർക്ക് മാത്രമല്ല, വാഹനത്തിന് മുമ്പിൽ ചാടി വീഴാൻ ഉശിരുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്കും അവരെ രക്ഷിക്കാൻ പെടാപ്പാട് പെട്ടെന്ന് പറയുന്ന DYFIക്കാർക്കും ഒരുപോലെ ഒന്നിച്ചു പ്രവർത്തിക്കാവുന്ന കാര്യം. സമൂഹ ശാസ്ത്രജ്ഞരും മനഃശാസ്ത്രജ്ഞരും പെരുമാറ്റ ശാസ്ത്രജ്ഞരും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം, കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് ആശങ്കയുളവാക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു ആവശ്യം തന്നെയാണ്. മതവിശ്വാസത്തിന്റെ വലയത്തിന് തിരിച്ചറിയാനും തടയാനും കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ പ്രവണത വർദ്ധിച്ചിട്ടുണ്ട് എന്നത് നിസ്സാര കാര്യമല്ല. സാമൂഹികാരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള മഹാദൗത്യം ഏറ്റെടുക്കുവാൻ യൂത്ത് കോൺഗ്രസ്സുകാരെ രക്ഷിച്ചെന്ന് രാഷ്ട്രീയമായി പറയുന്ന സംഭവം ഇടത്തേതടക്കം രാഷ്ട്രീയ യുവതയെ പ്രചോദിപ്പിച്ചെങ്കിൽ എത്ര നന്ന്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.